തുളസേട്ടാ, ഞാൻ വിളക്ക് എത്തിക്കാൻ കയറുവാന്നേ. ഇതുവരെ അവർ വിളിച്ചിട്ടില്ല. എനിക്ക് ഒരു മനസമാധാനവും ഇല്ല. എനിക്കൊക്കെ മനസമാധാനക്കേടാ. എന്തോ ചെയ്യാനാന്ന് പറ. ഞാൻ കയറുവാന്ന്, എന്നെ വിളിക്കണേ. പാവം എന്തോട് സത്യരു. അയ്യോ, ഇവനെ ഈ മെസ്സേജ് വല്ലതും അയച്ചിട്ടുണ്ടോ എന്തോന്ന് നോക്കട്ടെ. ദേവവൃന്ദം ലസദ്വേദഗന്ധം എൻ്റെ സുജയ്, ഒരു 10 മിനിറ്റ് നേരമെങ്കിലും ഈ ഫോണിൽ നിന്നൊക്കെ വിട്ട് കളഞ്ഞിട്ട് ദൈവത്തെ ഒന്ന് മനമുരുകി പ്രാർത്ഥിച്ചുകൂടായോ? നിങ്ങൾ അങ്ങനെ അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. ഞാനൊരു പെറ്റ തള്ളയാ. എനിക്ക് മനസമാധാനമില്ല. എൻ്റെ കുഞ്ഞുങ്ങൾ രണ്ടും അവിടെ കിടന്ന് ആരുമില്ലാതെ കിടന്ന് വിഷമിക്കുക. നീ മനസ്സുരുകി അങ്ങ് പ്രാർത്ഥിച്ചാൽ മതി. നമ്മൾ പ്രാർത്ഥിക്കുന്നത് ദൈവം കേൾക്കും. അവരിങ്ങോട്ട് വിളിച്ചതുമില്ല, ഞാനിവിടുന്ന് അങ്ങോട്ട് വിളിച്ചിട്ട് അവരോട്ട് എടുത്തതുമില്ല. എനിക്ക് ഇത് തന്നെ ചേട്ടാ, വിഷമത്തോടെ വിഷമമാണ്, മനസ്സിനങ്ങൊരു വിഷമമാണ്. പ്രസവിച്ചോ അഡ്മിറ്റ് ആയോ എന്തുവാന്നോ ഒരു വിവരവും അറിയുന്നില്ല. ഒരു കാര്യം ചേട്ടൻ വേഗം കഴിക്കും. 9:30 ഇപ്പൊ ബിഗ് ബോസ് തുടങ്ങും. ഇതാരാ ഇപ്പൊ ഫോൺ വിളിക്കുന്നേ? വലിയ മോനോ? ഹലോ മോനെ, ഹലോ മോനെ, ഇവിടെ ഒന്നും കേൾക്കുന്നില്ല മോനെ. ഇവിടെ പുറത്ത് ഭയങ്കര മഴയാണ്, ഒന്നും കേൾക്കുന്നില്ല. പിന്നെ വിളിക്കാം, കുറച്ച് കഴിഞ്ഞ് വിളിക്കാം. കേൾക്കുന്നില്ല. എടേ, ആരാടേ വിളിച്ച? കുഞ്ഞാന്നോ വിളിച്ചേ? എന്തോ പറഞ്ഞു? ചേട്ടാ, ഇന്ന് വന്നത് അക്ബറിന്റെ ഭാര്യ അമ്മേമേ. അവരെയും കാണിക്കത്തില്ല. ഇവനെ അപ്പോൾ ടാസ്കിന് വിട്ടു. ഇന്നലെ ഇത് തന്നെയായിരുന്നു. പണ്ടാരടങ്ങാൻ ഞാൻ അതൊന്നും അല്ല ചോദിച്ചത്. പിള്ളേരുടെ കാര്യം വല്ലതും അറിഞ്ഞോ എന്ന കാര്യമാണ് ഞാൻ ചോദിച്ചത്. അപ്പൊ അവക്കുള്ള ഒരു ബിഗ് ബോസ് അതാണോ ചോദിച്ചേ? പിന്നെ വലിയ മോനാ വിളിച്ചത്. പിന്നെ ഞാൻ പറഞ്ഞു എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല, ഇവിടെ ഭയങ്കര മഴയാന്ന് പറഞ്ഞു. എനിക്ക് ബിഗ് ബോസ് കാണണ്ടായിരുന്നു. അത് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടോണ്ടിരിക്കുവായിരുന്നു. ഞാൻ പറഞ്ഞു പിന്നെ വിളിക്കാൻ വേണ്ടി ഞാൻ കട്ട് ചെയ്തു. എന്താണോ താൻ നന്നാവാത്തെ? കഷ്ടം.